2025 എന്ന് പറയുന്ന വർഷം മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ഇയർ ആണ്. ബോക്സ് ഓഫീസ് കളക്ഷനിലും ബ്ലോക്ക് ബസ്റ്ററിലും മോളിവുഡ് ഇത്രയും പീക്കിൽ പോയൊരു വർഷം വേറെ കാണത്തില്ല. രണ്ട് ഇൻഡസ്ട്രി ബ്ലോക്ക് ബസ്റ്ററും ഒരു ഇൻഡസ്ട്രിറ്റും അങ്ങനെ മൊത്തത്തിൽ മോളിവുഡ് തൂത്തുവാരിയ ഒരു വർഷമാണ് 2025. ഈ പടങ്ങൾ കൊണ്ട് മാത്രം ഒന്നും കഴിയുന്നില്ല. വീണ്ടും ഒരു ബോക്സ് ഓഫീസ് റാംപേജ് ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു ഐറ്റം വരുന്നുണ്ട്. ബബ്ബപ്പ. ധനഞ്ജയ് ശങ്കർ ഡയറക്ട് ചെയ്യുന്ന ദിലീപ് സിനിമയാണ് ബബ്ബപ്പ. ബബ്ബപ്പ ഒരു വലിയ സിനിമയാണ്. ദിലീപേട്ടനെ കൂടാതെ ലാലേട്ടനും പടത്തിലൊരു അന്യായ റോളിൽ വരുന്നുണ്ട്. നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ വരെ സ്കോപ്പ് ഉള്ള ഒരു പടമാണ്. കാര്യം 3 പവറുകളുടെ ഒരു എഫക്റ്റ് ഉണ്ടാവാൻ പോകുന്ന ഒരു പടമാണ് ഈ പടം. ഒന്ന്, ദിലീപേട്ടൻ പോസിറ്റീവ് ആണെങ്കിൽ ഫാമിലി ഓഡിയൻസിന്റെ കാര്യം അങ്ങേര് നോക്കിക്കോളും. പിന്നെ ലാലേട്ടന്റെ കാര്യം പ്രത്യേകിച്ച് പറയാൻ വേണ്ട. പിന്നത് ഇതും എങ്ങനെ ഈ പടത്തിൽ ഉപയോഗിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ അറിഞ്ഞൊന്ന് പണിഞ്ഞ ഇവിടുന്ന് കിട്ടും എഫക്റ്റ്. അങ്ങനെ ഈ വർഷം വരാനുള്ളതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള റിലീസാണ് ബബ്ബപ്പ. പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇപ്പോ നടക്കുന്നത്. ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിന്റെ റിലീസ് ബബ്ബപ്പ ഈ ഡിസംബറിൽ ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജയിലർ 2 നെൽസൺ ഡയറക്ട് ചെയ്യുന്ന രജനീകാന്ത് സിനിമയാണ്. ജയിലറിന്റെ സീക്വൽ ആയിട്ടുള്ള ജയിലർ 2. ജയിലർ പോലെ തന്നെ മൾട്ടി സ്റ്റാർ ക്യാമിയോ ഒക്കെ ഉള്ള ഒരു വലിയ സിനിമയാണ് ജയിലർ 2. ലാലേട്ടൻ, ശിവരാജ് കുമാർ, അങ്ങനെ ജയിലർ 2ലേക്ക് വരുമ്പോ ബാലയ്യ വരെ ഉണ്ട്. നിലവിൽ പടത്തിന്റെ 50% ഷൂട്ടിംഗ് കഴിഞ്ഞു. ഡിസംബറോടെ പടത്തിന്റെ മുഴുവൻ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോ ജയിലർ 2ന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഒന്നല്ല, 2 അപ്ഡേറ്റ്. ജയിലർ 2ന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിടാൻ പോവാണ്. ദീപാവലിക്ക് ജയിലർ 2ന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിടും. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് റിലീസാണ്. ജയിലർ 2 ജൂൺ 12-ന് വേൾഡ് വൈഡ് റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജനനായകൻ ദളപതി വിജയ് നായകനാക്കി എച്ച് വിനോദ് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് ജനനായകൻ. പടത്തിന്റെ റിലീസിന് ഇനി 3 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് അപ്ഡേറ്റുകൾ ഇറക്കി വിടാൻ പോവാണ്. ആദ്യത്തെ അപ്ഡേറ്റ് ജനനായകൻ ഫസ്റ്റ് സിംഗിൾ ആണ്. ജനനായകൻ ഫസ്റ്റ് സിംഗിൾ ഒക്ടോബർ 2-ന് പുറത്തുവിടുന്നായിരുന്നു ആദ്യ അപ്ഡേറ്റ് വന്നിരുന്നത്. എന്നാൽ ആ ഡേറ്റിന് ഒരു ചെറിയ മാറ്റമുണ്ട്. ജനനായകൻ ഫസ്റ്റ് സിംഗിള് ഒക്ടോബറിൽ ദീപാവലിക്ക് പുറത്തുവിടും. ദീപാവലി സെലിബ്രേഷൻ ദളപതി വോയിസിൽ അനിരുദ്ധ് മ്യൂസിക്കിൽ ജനനായകൻ ഫസ്റ്റ് സിംഗിൾ പുറത്തുവിടുന്നപ്പോ കൺഫേം ആയിട്ടുണ്ട്. പാട്ട് പാടിയിരിക്കുന്നത് അസൽ കോളാറും ദളപതിയും ചേർന്നാണ്. പാട്ടിന്റെ പേര് കച്ചേരി. ലോകേഷ് കനകരാജ്. അങ്ങനെ വീണ്ടും 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 ലോകേഷ് ലോകേഷ് ലോകേഷ്. ചെറിയ സമയം കൊണ്ട് തമിഴ് സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ചില മാറ്റങ്ങളും ട്രെൻഡ് സെക്ടേഴ്സും കൊണ്ടുവന്ന ഒരു ഡയറക്ടറാണ് നമ്മുടെ ലോകി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫാൻ ഫോളോയിങ് ഉള്ള ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ക്രിയേറ്റർ ആണ്. ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു ഡയറക്ടറുമാണ്. എന്നാൽ അങ്ങനെയുടെ ഏറ്റവും മോശം സമയത്ത് അങ്ങേർക്ക് തോന്നിയൊരു വലിയ മടതരമായിരുന്നു കൂലി പോലൊരു സിനിമ. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഉണ്ടാക്കി വിടുള്ളൊരു പൊടപടം ആയിപ്പോയി. അതോടുകൂടി ഒറ്റ പടത്തോടുകൂടി സൗത്തിൽ ലോകേഷ് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു വലിയ ഇമേജ് മൊത്തത്തിൽ താഴെ പോയി. ഒറ്റപ്പടം കൊണ്ട് മേളിൽ കയറാമെന്നും ഒറ്റപ്പടം കൊണ്ട് മേളിൽ കിടന്ന് എയറിൽ പറക്കാമെന്നും ലോകേഷിന്റെ കരിയർ കാണിച്ചു തരും. ഒരു പടം കൊണ്ട് ലോകേഷ് ഇപ്പൊ ഓവർ റേറ്റഡ് ആയി, അങ്ങനെ എന്തൊക്കെയോ ആയി. വരാതിരിക്കുന്ന വലിയ വലിയ പ്രോജക്റ്റുകൾ ബാക്ക് ടു ബാക്ക് ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മൊത്തത്തില് ഒരു പിരിവെട്ടിയ അവസ്ഥയിലാണ് ലോകേഷിന്റെ കരിയർ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുപാട് പ്രതീക്ഷയോടെ ആറ്റുനോറ്റ് കാത്തിരിക്കുന്ന ഒരു പടമാണ് കൈദി 2. മൾട്ടി സ്റ്റാർ പടമാണ്. യൂണിവേഴ്സിനെ മൊത്തത്തിൽ ക്ലാഷ് ആവാൻ പോകുന്ന പടമാണ്. അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കത്തിക്കേറുമെന്ന് ഉറപ്പുള്ള ഒരു പടമാണ് കൈദി 2. പക്ഷെ ഇപ്പോ കൈദി 2ന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ഭയങ്കര നിരാശ ഉണ്ടാക്കുന്ന അപ്ഡേറ്റ് ആണ്. കൈദി 2-വും ഡ്രോപ്പായി. എൽസിയുവും ഔദ്യോഗികമായി നിർത്തിവെക്കാൻ പോകുന്നു എന്നിങ്ങനെ ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നു. എൽസിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾ ആദ്യം ഓടി വരുന്നത് നമ്മുടെ ചാനലിലേക്കാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയുക, കേട്ട അപ്ഡേറ്റ് ഫേക്കാ. കൈദി 2 എന്നേക്കുമായിട്ട് ഡ്രോപ്പ് ആയിട്ടില്ല. എൽസിയു നിർത്തിവെക്കാനും പോകുന്നില്ല. കൈദി 2 ഡ്രോപ്പ് ആയെന്നും പറഞ്ഞു വരുന്ന അപ്ഡേറ്റിൽ പറയുന്നത് ക്രിയേറ്റീവ് ഡിഫറൻസും ലോകേഷിന്റെ റെമ്യൂണറേഷനും കാരണമാണ് കൈദി 2-ന് പണി കിട്ടിയെന്നാണ്. എന്നാൽ ഇത് മാത്രമല്ല, കൈദി 2-ന് പണി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ അത് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടല്ല. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കൈദി 2 സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡ്രീം വാരിയസ് പിക്ചേഴ്സ് ആണ്. ഈ ഡ്രീം വാരിയസ് പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ പടം കൈദിയാണ്. എന്നാൽ ഇവരുടെ കൈദിക്ക് ശേഷം വന്ന പടങ്ങളൊന്നും അത്ര സക്സസ് ആയിരുന്നില്ല. അത്യാവശ്യം തരക്കേടില്ലാതെ ഓടിയത് കാർത്തിയുടെ സുൽത്താനും പിന്നെ ഓക്കെ ഓക്ക ജീവിതം എന്ന് പറയുന്ന ഒരു ടൈം ട്രാവൽ മൂവി മാത്രമാണ്. ബാക്കി പടങ്ങളൊക്കെ കണക്കാ. അപ്പോ കൈദി 2 എന്ന് പറയുന്ന വലിയൊരു സംഭവം മുമ്പിലുള്ളത് കൊണ്ടും ഏതു നേരവും പടം ഓൺ ആവാം എന്നുള്ളത് കൊണ്ടും ഇവർ ചെറിയ ചെറിയ പടങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്, ബോല ഒഴികെ.
അങ്ങനെ കൈദി 2 മുമ്പ് ബോക്സ് ഓഫീസ് സേഫ് ആക്കാനും ഡിജിറ്റൽ വാല്യൂ കൂട്ടിക്കൊണ്ടുവരാനും വേണ്ടി ഇവർ ചെയ്ത 2 പടങ്ങളാണ്, ഒന്ന് കറുപ്പും മറ്റൊന്ന് കാർത്തിയുടെ മാർഷലും. ഇതിൽ ചെറിയ ബഡ്ജറ്റിൽ ചെറിയ പീരീഡിൽ തുടങ്ങിയ കറുപ്പ് അവസാനം ഷൂട്ട് ചെയ്ത് വന്നപ്പോ ഒരു വലിയ പടമായി. തുടങ്ങിയ ബഡ്ജറ്റിലല്ല പടം തീർന്നെന്ന് പറയാനും പറ്റത്തില്ല. 10-15 ദിവസത്തെ പാച്ച് വർക്ക് ഷൂട്ട് ഇനിയും പെൻഡിങ് ആണ്. കൂടാതെ പോസ്റ്റ് പ്രൊഡക്ഷൻ, റിലീസ് കോസ്റ്റ് അങ്ങനെ വേറെയും. ഇപ്പോ നമ്മുടെ സൂര്യപടങ്ങൾ എടുത്ത ബോക്സ് ഓഫീസിൽ അത്ര വലിയ സക്സസ് ആയില്ലെങ്കിലും സൂര്യപടങ്ങളുടെ ഡിജിറ്റൽ വാല്യൂ ഭയങ്കരമാണ്. OTT-ല് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്, ബെഞ്ച് മാർക്കാ. പക്ഷെ ആ മാർക്ക് കറുപ്പിൽ തെളിഞ്ഞില്ല. കറുപ്പിന് അവർ ചോദിക്കുന്ന വില കൊടുത്തെടുക്കാൻ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും തയ്യാറാവുന്നില്ല. ആരും മുന്നോട്ട് വരുന്നില്ല. കിട്ടിയ വിലയ്ക്ക് പടം കൊടുക്കാനും പറ്റത്തില്ല. അത്യാവശ്യം ബഡ്ജറ്റ് ഇറക്കിയ പടമാണ്. തിയേറ്റർ റിക്കവറി വിശ്വസിച്ച് ഒരു തീരുമാനം എടുക്കാനും പറ്റത്തില്ല. കാര്യം ഇതിൽ പാളിയാൽ മാർഷലും കൈദി 2-നും പണിയിട്ടു. കാര്യം മാർഷലും കൈദി 2-ഉം അത്യാവശ്യം ബഡ്ജറ്റ് ഇറക്കേണ്ട പടങ്ങളാ. കറുപ്പിൽ പാളിയാൽ ഈ 2 പടങ്ങൾക്കും പണിയിട്ടു. അതിനിടയ്ക്ക് മാർഷലിനെ ഷൂട്ടും തുടങ്ങി. കറുപ്പിനാണെങ്കിൽ OTT ഡീൽ അങ്ങോട്ടൊന്നും സെറ്റ് ആയതുമില്ല. അങ്ങനെ മൊത്തത്തിൽ കൈദി 2 ആണ് പ്രൊഡക്ഷൻ ഹൗസിന്റെ ഈ പ്രശ്നത്തിൽ കയറി കുരുങ്ങിയിരിക്കുന്നത്. കാര്യം കൈദി 2-ന് അതിനും വേണ്ടി ഫണ്ട് വേണം. കുറഞ്ഞതൊരു 400 കോടിക്ക് അടുത്തെങ്കിലും ബഡ്ജറ്റ് വേണ്ടി വരും. ഒരു കാര്യം മാത്രം ആലോചിച്ച് നോക്കുക, 100 കോടിക്ക് മുകളിൽ ഒരു ബഡ്ജറ്റില് ഡ്രീം വാരിയേഴ്സ് പിക്ചേഴ്സ് ഒരു പടം പോലും ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഇവിടെ കൈദി 2 400 കോടി. ശരിക്കും പറഞ്ഞ കൈദി 2-ന് സംഭവിച്ചിരിക്കുന്നത് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണ്. ലോകേഷ് ഇപ്പൊ 70 കോടി റെമ്യൂണറേഷൻ ചോദിച്ചുകൊണ്ട് തെറ്റെന്താ? ഡയറക്ടറിന്റെ ബ്രാൻഡ് വാല്യൂ അനുസരിച്ച് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടത് പ്രൊഡ്യൂസറിന്റെ കടമയാണ്. ഇപ്പോ പടം സക്സസ് ആയ പ്രോഫിറ്റ് പോകുന്നത് ആർക്കാ? പ്രൊഡ്യൂസറിനല്ലേ. കൈദി 2 മിനിമം ബോക്സ് ഓഫീസ് ഗ്യാരണ്ടി ഉള്ള ഒരു പ്രോജക്റ്റാണ്. ഇപ്പൊ 10 മിനിറ്റ് LC ഷോർട്ട് ഫിലിം തന്നെ 50 കോടിക്ക് എങ്ങാണ്ടാ ഡീൽ സംസാരിക്കുന്നത്. അപ്പൊ പ്രൊഡ്യൂസറിന്റെ പ്രശ്നങ്ങൾ ഡയറക്ടറിന്റെ കാര്യമില്ല. ഇതുവരെ നമ്മൾ അന്വേഷിച്ച് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് കൈദി 2 ഡിലേ ആവാൻ കാരണം പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളാണ്, ലോകേഷ് അല്ല. അപ്പൊ പ്രൊഡക്ഷൻ ഹൗസിനെ മാറ്റിയാൽ പോരെ എന്നൊരു ചോദ്യം വരും. കൈദി 2 പോലൊരു സിനിമയ്ക്ക് എത്ര പൈസ ഇറക്കാനും വേറെ എത്രയോ പ്രൊഡക്ഷൻ കമ്പനികൾ റെഡിയാണ്. അങ്ങനെ പല പടങ്ങളും ഓൾറെഡി വന്നിട്ടുണ്ട്. എന്തിനും 2 പ്രശ്നം വന്നപ്പോ സൺ പിക്ചേഴ്സിന് പകരം ലൈക്ക വന്നപ്പോ പടം 2.0 ആയി. അതുപോലെ സിംഗം 3, സാമി സ്ക്വയർ, അങ്ങനെ കുറെ പടങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇവിടെ നടക്കത്തില്ല. കാരണം കൈദിയുടെ ഓണർഷിപ്പ് റൈറ്റ്സ് ഡ്രീം വാരിയേഴ്സ് പിക്ചേഴ്സിനാണ്. അപ്പൊ കൈദി 2 മറ്റൊരു പ്രൊഡക്ഷനെ വെച്ച് ചെയ്താൽ ടൈറ്റിൽ റൈറ്റ്സ് കിട്ടത്തില്ല. കൈദി 2 എന്ന പേരിൽ പടം ഇറക്കാൻ പറ്റത്തില്ല. ഇപ്പൊ മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസിനെ വെച്ച് മറ്റൊരു പേരിൽ പടം ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ആ സാധ്യത ഇവിടെ നടക്കത്തില്ല. കാര്യം LCU ലീഡ് ആക്ടേഴ്സ് ആയിട്ടുള്ള സൂര്യ, കാർത്തി ഇവരുടെ ഫാമിലിയിലുള്ള ഒരു പ്രൊഡക്ഷനാണ് ഈ ഡ്രീം വാരിയേഴ്സ് പിക്ചേഴ്സ്. അപ്പൊ ഇത്രയും വലിയൊരു പടം അവരുടെ ടെറിട്ടറിയിൽ നിന്ന് അവർ പുറത്തു കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ചിന്തിക്ക്. അല്ലാതെ കൂലി പൊട്ടി ലോകേഷിന് വട്ടായെന്നൊരു തേങ്ങ ആരാണ്ട് പറഞ്ഞ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. കൈദി 2-നെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ലോകേഷിന്റെ കൈകൾക്കും അപ്പുറമാണ്. കറുപ്പ്, മാർഷൽ, കൈദി, സൂര്യ, കാർത്തി, SR പ്രഭു ഇവരുടെയൊക്കെ കയ്യിലാണ് കൈദി 2-ന്റെ കീ ഇരിക്കുന്നത്. അവരത് തുറന്നാലേ ലോകേഷിന് അതിലേക്ക് കയറി പോകാൻ പറ്റും. നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് മാത്രമല്ല സിനിമയ്ക്കുള്ളിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ അറിയാത്തവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം. ലോക ചാപ്റ്റർ 1 മലയാളത്തിൽ ഒരു വലിയ സംഭവമായി മാറി. മലയാളത്തിലെ ആദ്യത്തെ സിനിമാറ്റിക് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിലെ ആദ്യത്തേതും ഏറ്റവും ചെറിയതുമായ ഒരു ചാപ്റ്റർ ആയിരുന്നു ചാപ്റ്റർ 1 ചന്ദ്ര. മൊത്തം 5 ചാപ്റ്ററുകളാണ് ഉള്ളത്. അതിൽ ചാപ്റ്റർ 3 വരെ ഉള്ളത് കൺഫേം ആയി. ചാപ്റ്റർ 1 കള്ളിയങ്കാട്ട് നീലി, ചാപ്റ്റർ 2 ചാത്തൻ, ചാപ്റ്റർ 3 ഒടിയൻ. ഇതിൽ ലോക ചാപ്റ്റർ 2 ഇപ്പോ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തു. ടോവിനോ തോമസിന്റെ ലീഡിലാണ് ചാപ്റ്റർ 2 വരുന്നത്. ചാപ്റ്റർ 2-ന്റെ ഒരു പ്രൊമോ വീഡിയോ ഇപ്പോ പുറത്തു വിട്ടിരുന്നു. അവർ ഈ പ്രൊമോയിലൂടെ എന്താണ് അടുത്ത ചാപ്റ്റർ എന്ന് ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ലോകയിൽ ലീഡിംഗ് ചാത്തനായിട്ടുള്ള മൈക്കിളും അദ്ദേഹത്തിന്റെ ചേട്ടൻ ചാത്തനും തമ്മിലുള്ള ഒരു യുദ്ധമായിരിക്കും ചാപ്റ്റർ 2. പിന്നെ മറ്റ് 388 ചാത്തന്മാരും കൂടെ കാണും. പിന്നെ അവർ ഇതിലൂടെ കൺഫേം ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ ദുൽഖർ സൽമാന്റെ ഒടിയനും ടൊവിനോയുടെ ചാപ്റ്റർ 2-വിൽ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ ഉണ്ടാവും. അത് മാത്രമല്ല മൂത്തോന്റെ ഒഫീഷ്യൽ ഇൻട്രൊഡക്ഷനും ചാപ്റ്റർ 2-വിലായിരിക്കും. അങ്ങനെയെങ്കിൽ മലയാള സിനിമ കാണാൻ പോകുന്ന ഏറ്റവും ഹൈപ്പുള്ള ഒരു സിനിമയായിരിക്കും ലോക ചാപ്റ്റർ 2. ഈ പ്രമോയിൽ നമുക്ക് അടിമുടി ഡീകോഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹിറ്റ്ലറിനെ കൊന്നത് ഒടിയനാണോ? അങ്ങനെ ചാപ്റ്റർ 2-നെ ചുറ്റിപ്പറ്റി ദുരൂഹമായി നിൽക്കുന്ന മിസ്റ്ററി നമുക്ക് അൺലോക്ക് ചെയ്യാം.